കുട്ടിക്കാലത്ത് മണ്ണുകൊണ്ടുണ്ടാക്കി ചാണകം മെഴുകിയ ഒറ്റമുറി വീട്ടിൽ അന്തി ഉറങ്ങുമ്പോൾ വിയു ശരത്ത് മനസ്സിൽ കുറിച്ചിട്ടതാണ് നല്ലൊരു വീട് വേണമെന്ന ആശയം. പിതാവിന്റെ ചുരുങ്ങിയ വരുമാനം കൊണ്ട് കുടുംബജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത കാലമായിരുന്നു അത്. പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴും സ്വന്തമായി നല്ലൊരു വീടെന്ന സ്വപ്നം മനസ്സിലിട്ട് നടന്നു. തന്നെ പോലെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം മനസ്സിലിട്ട് നടക്കുന്നവർ സമൂഹത്തിൽ ഉണ്ടെന്ന തിരിച്ചറിവാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ കാരണമായത്. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു വീടെന്ന ആശയം മനസ്സിലുദിച്ചു. അങ്ങനെ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കാലെടുത്തു കിട്ടി. കെട്ടുറപ്പും വിശ്വസ്തതയുമായി മുന്നോട്ടുള്ള ശരത്തിന്റെ യാത്രയിൽ പിന്നെയൊരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പേരും പ്രശസ്തിയുമായപ്പോൾ സ്വന്തമായി ഒരു ഓഫീസ് വേണമെന്ന കസ്റ്റമേഴ്സിന്റെ ആവശ്യം കണക്കിലെടുത്ത് വടക്കാഞ്ചേരിയിൽ ഗണേഷ് ബിൽഡേഴ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. തൃശ്ശൂരിലും ഇപ്പോൾ മറ്റൊരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. 34-ാം വയസ്സിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്റ്റാകാൻ ഇതിനകം ശരത്ത്. 45 ജീവനക്കാരും 3 എഞ്ചിനീയർമാരും 8 ഓഫീസ് സ്റ്റാഫും ശരത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യുതി നിരക്ക് വർദ്ധിച്ചതോടെ വീടുകളിൽ സോളാർ വൈദ്യുതി എന്ന ഉപഭോക്താക്കളുടെ ആവശ്യം കണക്കിലെടുത്ത് ഒരു സോളാർ യൂണിറ്റും ഭാര്യ നിമ്മതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. തനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ നല്ലൊരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നത് ഏറെ എടുത്തു പറയേണ്ടതാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് അകമലയിലെ വാഴക്കൂട്ടിൽ വീട്ടിൽ ഉദയൻ സരള ദമ്പതികളുടെ മകനാണ് ശരത്. ദൃഢനിശ്ചയവും മനോധൈര്യവും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ മനുഷ്യന് നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ലെന്ന് ഗണേഷ് ബിൽഡേഴ്സ് ഉടമ വിയു ശരത് നമുക്ക് കാട്ടിത്തരും. സാറേ, സ്വാഗതം. നമസ്കാരം. മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായൊരു ഭവനം. ഒരുപക്ഷെ മലയാളിയുടെ സ്വപ്നങ്ങളുടെ ആദ്യത്തെ പ്രഥമ പരിഗണന നൽകുന്ന ഒരു വീടാണ്. പിന്നെ ഒരു ജോലി, ഒരു കുടുംബം, അങ്ങനെ ജീവിതത്തിൻ്റെ മുൻപിലേക്ക് പോകും. പക്ഷെ പലർക്കും ഈ സ്വപ്നങ്ങളിലേക്ക് നടക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവിടേക്കാണ് അങ്ങേപ്പോലുള്ള ആളുകൾ ചില ദൂതന്മാരായിട്ട് കടന്നു വരുന്നത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിലേക്ക്, എന്നാൽ അവർക്കെല്ലാം മതിയായ സൗകര്യങ്ങൾക്കുള്ള ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു രംഗത്തേക്ക് അങ്ങ് കടന്നു വന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഞാൻ പഠിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. ഞാൻ കോയമ്പത്തൂർ SNJPC കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആഫ്റ്റർ ദാറ്റ് അതിന് ശേഷമാണ് നമ്മൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഓവർസിയറായിട്ട് 15 വർഷത്തെ കാലം 15 മാസം നമ്മളവിടെ വർക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം നമുക്ക് അപ്പോഴും ഒരു അണ്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റിന് ബദലായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് വരണം തന്നെയാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ 15 മാസത്തിന് ശേഷം നമ്മൾ 2013 നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് മേഖലയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെച്ച് വളരെ ചെറിയ വർക്ക്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇതുവരെ സഞ്ചരിച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഒരു വീടുകളുടെ നിർമ്മാണവും മറ്റുള്ള എടുത്തു പറയുന്ന ബിൽഡിങ്ങുകളുടെ നിരയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്? എടുത്തു പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ്. ഓരോ പ്രൊജക്റ്റ് നമുക്ക് കഴിയുന്ന തോറും നമുക്ക് കിട്ടുന്ന ഓരോ പ്രൊജക്റ്റും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കുറേ പ്രൊജക്ട്സാണ് നമുക്ക് ഉണ്ടാവുക. ചിലത് ചെറുതുണ്ടാവും, ചിലത് വലുതുണ്ടാവും. ഞാൻ അങ്ങനെ ചെറുതോ വലുതോ നോക്കിയിട്ടല്ല, നമുക്ക് ചെയ്തുകൊണ്ട് പോകുന്ന എല്ലാ പരിപാടികളും നമുക്ക് മാക്സിമം ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് പിന്നെ നമ്മളൊരു ഫാമിലി ആകുന്ന പോലെയുള്ള ഒരു കണക്ഷൻസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഒരു ടോട്ടൽ പ്രൊജക്ട്സ് നമ്പേഴ്സിനൊക്കെ നോക്കുമ്പോൾ ഈ ഒരു 10-11 വർഷ കാലയളവിൽ നമ്മളൊരു 300 പരം പ്രൊജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൺസ്ട്രക്ഷനായിട്ടും ഇൻറ്റീരിയറായിട്ടും എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽ അതിൻ്റെ ഉടമസ്ഥർക്ക് കൊടുക്കുമ്പോൾ നമ്മളും ആ കുടുംബത്തിൻ്റെ അംഗമാവുകയാണ്. തീർച്ചയായും. എനിക്ക് തോന്നുന്നു ഒരു തറക്കല്ലിടുന്നത് തൊട്ട് ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏൽക്കുന്നത് അങ്ങേപ്പോലുള്ള ആളുകളാണ്. അതിന് നിർമ്മാണം പൂർത്തീകരിക്കണവരെയും പിന്നെ അതൊരു കുടുംബത്തിനെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഭാഗമായി തീരുകയാണ്. സത്യം പറഞ്ഞാൽ മനസ്സിനൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സാധനമല്ലേ? തീർച്ചയായും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ഒരു പ്ലാൻ വരയ്ക്കാനായിട്ട് ഫസ്റ്റ് വരുന്ന സമയം മുതൽ, ഇനീഷ്യൽ അവരൊരു ആഗ്രഹം ഒരു പേപ്പറിലാക്കാൻ വരുന്ന സമയം മുതൽ അവർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളായിട്ടാണ്. അപ്പോൾ ഈവൻ ആ ഒരു ജേണി നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ എടുക്കുന്നത് 11 അല്ലെങ്കിൽ 15, ചിലപ്പോൾ 16, 18 മാസങ്ങൾ നമുക്ക് ആവാറുണ്ട്. ചിലപ്പോൾ 2 വർഷം ആവാം. ഡിപ്പെൻഡ്സ് പ്രൊജക്റ്റിൻ്റെ ഒരു വലിപ്പം അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ ഈ പ്രൊജക്റ്റുകളുടെ ഇത് മാറി വരും. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ആ ക്ലയൻറ്റായിട്ട് ഉണ്ടാകുന്ന ബോണ്ട്, അവരുടെ ഫാമിലിയായിട്ട് നമുക്ക് ഉണ്ടാകുന്ന കണക്ഷൻസ്, അവരുടെ എല്ലാവരുടെയും
നമ്മളെടുക്കുന്ന അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന ഓരോരോ നെക്സ്റ്റ് സ്റ്റെപ്സ്. അപ്പോൾ അവരുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ കാണുന്ന ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ഓരോ കസ്റ്റമറും നമ്മുടെ ഒരു അടുത്ത ഒരു പബ്ലിസിറ്റി ഒരു മാധ്യമമാണ്. അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ നമുക്ക് ഒരാളിൽ നിന്ന് നമുക്കൊരു 10 ആളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിജയമായിട്ട് നമ്മൾ. പക്ഷെ അവിടേക്ക് വരുന്ന ആളുകൾക്ക് ഇതാരാണ് നിർമ്മാണം, അതാണ് നമ്മുടെ പബ്ലിസിറ്റി. അവിടെ നിന്ന് പുതിയ പുതിയ അവസരങ്ങളിലേക്ക് എത്താറില്ലേ? തീർച്ചയായും. നമുക്ക് തുടക്കകാലത്തിലൊക്കെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ബേസ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ഫാമിലി ബിസിനസ്സോ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീലാൻസ് ആയിട്ട് ചെറിയ ചെറിയ വർക്ക്സ് എടുത്ത് ചെയ്യായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ഡ്രാഫ്റ്റ്സ്മാൻ, ഞാൻ തന്നെയായിരുന്നു ഡിസൈനർ, ഞാൻ തന്നെ വർക്ക് കണ്ടുപിടിക്കണം, ഞാൻ തന്നെ വർക്കേഴ്സിനെ കണ്ടുപിടിക്കണം, ഞാൻ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം. ഇതെല്ലാം ഒരു വൺ മാൻ ഷോ ആയിട്ട് പോയിരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഞങ്ങൾക്ക് അത് വിട്ട് ഞങ്ങൾക്കിപ്പോൾ ഈവൻ ഒറ്റപ്പാലം മുതൽ ഞങ്ങൾക്ക് അങ്കമാലി വരെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രൊജക്ട്സ് ഉണ്ട്. 16 സൈറ്റ് ഇപ്പോൾ റണ്ണിങ് വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾ 4 മെയിൻ ഡിസ്ട്രിക്റ്റിൽ മെയിനായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, അതുപോലെ നമ്മുടെ എറണാകുളം. ഈ 4 ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഓൾറെഡി വർക്ക്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓവർ കേരള നമ്മൾ ഡ്രോയിങ് ഡിസൈനിങ് സെഗ്മെൻറ്റിൽ നമ്മൾ മാക്സിമം നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരു വീട് നിർമ്മാണത്തിൻ്റെ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന ഉപഭോക്താക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ, അവരോട് എന്താണ് ആദ്യത്തെ ഒരു പരിഗണന നൽകേണ്ടതെന്നാണ്? ഇന്നത്തെ കാലാനുസൃതമായ ഒരുപാട് മാറ്റങ്ങൾ ഡിസൈൻസിൽ വരെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിന് ഒതുങ്ങുന്ന തരത്തിലാണോ, എങ്ങനെയാണ്? പലരും ഇപ്പോൾ ലോൺ മുഖേന പല രംഗങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടൊരു കാഴ്ചപ്പാട് എന്താണ്? പല രീതിയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് അയാളുടെ കയ്യിലുള്ള ഒരു ബഡ്ജറ്റ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു വീട് പണിയാൻ പറ്റില്ല. നമുക്കിപ്പോൾ വല്ല സാമൂഹ്യ മാധ്യമങ്ങളും കാണുന്ന പോലെ 5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട്, 7 ലക്ഷം രൂപയ്ക്ക് ഒരു വീട്, 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലുള്ള സാധനങ്ങൾ ടോട്ടലി നമ്മുടെ ആഗ്രഹങ്ങളെ അത് മാനിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ കുറച്ചുകൂടി ഒന്ന് വേഗത്തിൽ സഞ്ചരിപ്പിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വലുതും നമ്മുടെ കയ്യിലിരിക്കുന്ന ബഡ്ജറ്റ് വളരെ ചെറുതാകുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ എത്താൻ പറ്റില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കയറി കിടക്കാൻ ഒരു കൂര എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അല്ലാതെ ഓരോ ആളുകൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ക്ലയൻറ്റ് ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ അവരെ കൂടുതലായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരുടെ ടേസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവരുടെ മൈൻഡിലുള്ള പദ്ധതികൾ, അവരുടെ മൈൻഡിലുള്ള ടോട്ടൽ ആ വീടിനകത്ത് അവരാഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പ്ലാൻ ചെയ്യുക. ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ടാമതൊരു തവണ അതിലേക്ക് ഒരു റീഡിറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് വരാത്ത രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആക്ച്വൽ ഒരു സംഭവത്തിലേക്ക് നമുക്ക് കറക്റ്റ് പോകാൻ പറ്റും. അപ്പോൾ ഒരാൾ ഒരു 10 ലക്ഷം രൂപ എനിക്ക് ബഡ്ജറ്റ് ഉള്ളൂ, എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അവർ കാണുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട് പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് 20 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 30 ലക്ഷം രൂപയ്ക്ക് അതുപോലൊരു വീട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നാൽ ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല, ചിലപ്പോൾ നടക്കാം അങ്ങനത്തെ വീടാണെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു ബഡ്ജറ്റ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു മാന്യമായിട്ടുള്ള അവർ നടപ്പുള്ള അല്ലെങ്കിൽ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൈസിങ് ടോട്ടൽ ഓവറോൾ ഒരു ബഡ്ജറ്റ് എത്ര പേര് എന്നുള്ളത് കസ്റ്റമറിന് അറിയണം. പിന്നെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നത് ഈ പറഞ്ഞ മെറ്റീരിയൽ കോമ്പോണൻസിലാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ അതിനകത്ത് ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് ഗുഡ് ആൻഡ് ബാഡ് തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും. നമുക്ക് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവരത് പറഞ്ഞ് മനസ്സിലാക്കി അവർ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്കത് ബില്ലിംഗ് ആണെങ്കിൽ ആ ഒരു രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കതിന് കുറച്ചുകൂടി ഈ രീതിയിൽ മാറ്റി ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുള്ള ആളുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത്. മാർക്കറ്റിൽ ഇന്ന് താളം തെറ്റിയല്ലേ ഇപ്പോൾ? അതായത് ഒരു പക്ഷേ ഒരു മാസം ഈ മെറ്റീരിയലുകൾക്ക് റേറ്റ് കയറി നിൽക്കാം, ചിലപ്പോൾ ഒന്ന് താന്ന് നിൽക്കാം. അത്തരം ഇതിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വലിയ തോതിൽ ബാധിക്കുന്നില്ലേ? ഇത് ആക്ച്വലി കൊറോണയുടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് വേവ് കഴിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ ഒരു 500 rupees പെർ സ്ക്വയർ ഫീറ്റിന് കയറുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടായി. അതിനുശേഷം ഇപ്പോൾ അത്ര വലിയ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ആ ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കൊക്കെ അന്ന് ഓൾറെഡി എക്സിസ്റ്റ് നിൽക്കുന്ന പ്രൊജക്റ്റിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ലോസ് വന്നിട്ടുള്ളതാണ്. ആ ഒരു ലോസ് വന്ന സമയത്ത് നമ്മളും അതിനും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ കുറേ ക്ലയൻറ്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തു. നമുക്ക് കുറച്ച് കോൺട്രാക്റ്റൊക്കെ നമുക്ക് റിവൈസ് ചെയ്ത് തന്നു. ആ പ്രൈസൊക്കെ അവർക്ക് മനസ്സിലായി. നമുക്ക് ഈ ന്യൂസ് പേപ്പേഴ്സിലും നമ്മുടെ ന്യൂസ് ചാനൽസിലൊക്കെ ഒരുപാട് വാർത്തകൾ ഇതിനൊക്കെ വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനത്തെ രീതിയിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ കോവിഡ് എന്നുള്ള മഹാമാരി വന്ന പോലെ തന്നെ ഒരുപാട് പെട്ടെന്നുള്ള ഒരു ചേഞ്ചസ് ഒന്നും ഇപ്പോൾ ഇല്ല. പിന്നെ മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാർച്ചിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമെൻറ്റ്സിനും അതുപോലെ സ്റ്റീലിനൊക്കെ ചെറിയ രീതിയിൽ പ്രൈസ് ഹൈക്കാവും. ഒരു 400 വരെയൊക്കെ സിമെൻറ്റ് പെർ ബാഗിനെത്തും. അത് കഴിഞ്ഞ് മഴ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒന്ന് താഴ്ത്തിക്കാറ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു ആ ഒരു മാറ്റത്തിന് ശേഷം ആ ഒരു സെക്കൻഡ് വേവ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല ആക്ച്വലി.
ഒരു ഉപഭോക്താവിന് അങ്ങയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്? നമ്മൾ ഈ ഒരു നമ്പർ താഴെ കാണുന്ന ഒരു നമ്പറിലേക്ക് വിളിച്ച് അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് അവർക്കനുസരിച്ചുള്ള ആ ഒരു സ്ട്രക്ചർ കൊടുത്ത് അതിൻ്റെ നിർമ്മാണം തുടങ്ങി അതിൻ്റെ അവസാന ഘട്ടം വരെയും 100% ഉറപ്പോടുകൂടി ഉണ്ടോ? എങ്ങനെയാണ് അങ്ങയുടെ? അതെ, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സിന് നമ്മളതിനൊക്കെ കൂടുതൽ കണക്ട് ചെയ്യുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലാണ്. പിന്നെ സോഷ്യൽ മീഡിയാസ് ഒബ്വിയസ്ലി നമുക്ക് ഇന്നത്തെ രീതിയിലുണ്ട്. നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴിയും നമുക്ക് കൂടുതലും നമുക്ക് ഒരു 1% ടു അനദർ പേഴ്സണിൽ നിന്ന് അതിനെ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ ബിസിനസ് വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്റ്റുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈവൻ കൂടുതൽ ആളുകൾ നമുക്ക് 99% എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും NRIs ആണ്, ആരും നാട്ടിലില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉള്ളിലുള്ള ഒരു ഭയം എന്ന് പറയുന്നത് തുടക്കകാലം മുതൽ അവർക്ക് നമ്മളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു എറർ വരാതിരിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവർക്ക് അപ്ഡേറ്റ്സ് കൊടുക്കുക, അവർ പറയുന്ന ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ആയാലും നമ്മൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും മാക്സിമം ട്രാൻസ്പെറൻ്റ് ആവുക. പിന്നെ ഇതിനകത്ത് കള്ളത്തരം കാണിക്കാതിരിക്കുക. കോൺട്രാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധാരണ ഒരു എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയിൽ ആളുകൾക്ക് ഇത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. ഞങ്ങളത് അല്ലാതെ നമ്മളൊരു ഓർഗനൈസർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്ന് നമ്മൾ അതിനകത്ത് അവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ, അതായത് മണ്ണ് കുഴിക്കുന്ന സെക്ഷൻ മുതൽ ഫിനിഷിംഗ് പ്രൊഡക്റ്റ് വരെ ഏതൊക്കെ ബ്രാൻഡിൽ എന്തൊക്കെ സൈസിൽ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുള്ളത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായൊരു അവബോധം ഈ പറയുന്ന ഉപഭോക്താക്കൾ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതിലൂടെ തന്നെയാണ് പിന്നെ നമ്മൾ അതിനകത്ത് ഒരു വർക്ക് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി. നമുക്കിപ്പോൾ ആകെ കുറച്ചുകൂടി ടൈം ഡിലേ വരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഓരോ പ്രൊജക്ട്സ് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഓർഗനൈസ് ആക്കിയിട്ട് വർക്ക് ഷെഡ്യൂൾസൊക്കെ വെച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രൊജക്ട്സ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് തീർക്കാനുള്ള കുറച്ച് മെത്തേഡ്സൊക്കെ നമ്മൾ അവലംബിച്ചിട്ടുണ്ട്. സാറ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പിന്നിട്ട് വഴികൾ നോക്കുമ്പോൾ ഇതുവരെ സഞ്ചരിച്ച പാതകൾ ഏറെ അഭിമാനത്തോടുകൂടിയല്ലേ നോക്കിക്കാണുന്നത്? തീർച്ചയായും. നമ്മളിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എനിക്കിപ്പോൾ എൻ്റെ 33 വയസ്സായി. ഞാനിപ്പോൾ 22 വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ ഒരു കമ്പനി എന്ന് പറയുന്നത്. ആ തുടങ്ങുന്ന സമയം കഴിഞ്ഞ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീംസിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ആഗ്രഹങ്ങൾ ഇതിലും ഒരുപാട് ഹൈ ആണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു പാത്തിലാണ് ഞാനിപ്പോഴും. എന്താണ് മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ലക്ഷ്യം? നമുക്കിപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ഇതുപോലെ ടൗൺ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ സ്ഥലങ്ങൾ, തൃശ്ശൂർ ടൗണിലൊക്കെ നമ്മൾ സ്ഥലങ്ങളെടുത്ത് സ്വന്തമായിട്ട് ബിൽഡിങ്സ് വെച്ചിട്ട് വീടുകൾ വെച്ചിട്ട് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. അതായത് കീ ഹാൻഡ്ലിംഗ് ആണ്, ഇൻക്ലൂഡിങ് അതിനകത്ത് ബെഡ്ഷീറ്റ് അടക്കം എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് വിൽക്കുന്നത് ആൾക്കാർക്ക്. അപ്പോൾ നല്ല നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് അതിനകത്തൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം മാക്സിമം പ്രൊഡക്ട്സിൻ്റെ എണ്ണം കൂട്ടുക, അത്തരം ഓൺ പ്രൊജക്ട്സ് എണ്ണം കൂട്ടുക. പിന്നെ കുറച്ചുകൂടി പ്രിവിലേജസ് ആയിട്ടുള്ള കുറച്ചുകൂടി നല്ല ഡിസൈൻസിലേക്കുള്ള കുറച്ചുകൂടി നമുക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഈ ചെറിയ ഭവനങ്ങളിലേക്കാണോ ആളുകൾക്ക് ഒതുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്? അങ്ങനെയില്ല. മലയാളികളുടെ കൺസെപ്റ്റ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് അത്ര ഒരു ഈവൻ വീടിന് വേണ്ടിയിട്ട് ഇപ്പോൾ കല്യാണം പോലെ തന്നെ മാക്സിമം അവർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ വീട് പണിയാൻ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു 10 to 20% നമ്മൾ എക്സ്ട്രാ നമ്മളെപ്പോഴും കാണുന്നത് നന്നായിരിക്കും. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് ആയാലും നമ്മുടെ ബന്ധക്കാരായാലും സുഹൃത്തുക്കളായാലും ഈ വീട് പണി കാണാൻ വരുന്ന സമയത്ത് പല പല അഭിപ്രായങ്ങൾ പറയും. അല്ലെങ്കിൽ അത് എടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ചേഞ്ചസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞൊരു ഡിഫറൻസ് ഒക്കെ ഈ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ മെറ്റീരിയലും ഈവൻ ടൈൽസ് എല്ലാം അവരുടെ ആഗ്രഹങ്ങൾക്ക് പ്രകാരമാണ്. അതെ. ഒരിക്കലും നമ്മൾ കമ്പൽ ചെയ്യുന്ന ഒരു സംഭവത്തിലല്ല. നമ്മൾ ഫിക്സഡ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന 2-3 ടൈപ്പ് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ കസ്റ്റമറിന് വേണമെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അസംബിൾ ചെയ്തിട്ട് ഫിക്സ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സംഭവം പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൈസാണ് നമ്മൾ കൊടുക്കുക. അത് എപ്പോഴും ഒരു കസ്റ്റമറാണ് അയാളുടെ പ്രൊജക്റ്റിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത്. ഒരു സാധാരണ ഒരു കുടുംബത്തിന് ഒതുങ്ങുന്ന ബഡ്ജറ്റ് എങ്ങനെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത്ര ബഡ്ജറ്റിൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ 10 ലക്ഷത്തിന് ഒരു വീട് എന്നുള്ള ഒരു പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം പരസ്യങ്ങൾ അങ്ങ് എങ്ങനെ നോക്കി കാണുന്നു? അത്തരം ബഡ്ജറ്റുകളിലേക്ക് ഒതുങ്ങാവുന്ന തരത്തിലേക്ക് കേരളത്തിലെ സാധാരണക്കാർക്ക് വീട് എന്നുള്ള ഒരു സ്വപ്നം പൂണിയാൻ സാധിക്കുമോ? 10 ലക്ഷത്തിനൊരു വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ 2013 കാലഘട്ടത്തിൽ നമ്മൾ കമ്പനി തുടങ്ങുന്ന സമയത്ത് നമ്മൾ 10 ലക്ഷത്തിൻ്റെ വീട് നമുക്ക് പണിത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 750 സ്ക്വയർ ഫീറ്റിൻ്റെ ഒക്കെ ഫുള്ളി ഫർണിഷ്ഡ് വിത്ത് പുട്ടി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരാളുടെ യുക്തി വെച്ച് ആലോചിച്ച് നമുക്കറിയാം 13 വർഷം ഇപ്പുറം നമ്മൾ വരുന്ന സമയത്ത് എത്ര മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസിലൊക്കെ എത്ര ചേഞ്ചസ് വരും, അതിൽ എത്ര പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളത്. ഇന്നിപ്പോൾ ആ 750 സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് അതേ രീതിയിൽ പണിയണമെന്നുണ്ടെങ്കിൽ 15-16 ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് മിനിമം വേണം. അത് ഞാൻ പറയുന്നത് നല്ല മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഞാൻ
ഞങ്ങൾ കൊടുക്കുന്ന ആ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് ക്വാളിറ്റിയിലാണ്. സാധാരണഗതിയിൽ പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് ഏരിയ കുറയ്ക്കാതെ ഒരിക്കലും നമുക്ക് വീട് പണിയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഡിപ്പെൻഡ്സ് ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ വേണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് വേണം എന്നുള്ളൊരു സംഭവത്തിനെ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു പ്രൈസിങ്ങിലേക്ക് എപ്പോഴും പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് ഒരു 2000 രൂപയുടെ മുകളിലേക്ക് നമുക്ക് സ്ക്വയർ ഫീറ്റിന് എന്തായാലും ആവും. 2200 2300 നമുക്ക് വളരെ രീതിയിൽ എന്തായാലും വരും. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ പരസ്യങ്ങൾ കാണാം. 1800 രൂപയ്ക്ക് ഫുൾ തേക്ക്, 1300 രൂപയ്ക്ക് ഫുൾ തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരുപാട് അവരുടെ പേരിൽ അങ്ങനെ ഒരുപാട് പ്രൊജക്ട്സ് ഒരുമിച്ച് എടുത്തിട്ട് അവരുടെ പേരിൽ 60ഉം 65ഉം കേസായിട്ടുള്ള ആളുകളെയും ഒക്കെ നമ്മൾ ഒരുപാട് ഇതേ സോഷ്യൽ മീഡിയാസിൽ മത്സരബുദ്ധി കുറച്ച് മാർക്കറ്റിൽ കൂടുതലല്ലേ ഈ രംഗത്ത്? ഒരുപാടുണ്ട്. നമ്മൾ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ പ്രൊജക്ട്സ് കാണിച്ചു കൊടുക്കുക. അതിനകത്ത് അവർക്ക് ഇങ്ങനെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത് തൊട്ട് നോക്കാനും അതുപോലെ അത് കണ്ടു നോക്കാനും അനുഭവിച്ച് നോക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവർക്ക് അതിനകത്ത് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ല അതെങ്കിൽ നമ്മൾ അതിനകത്ത് ചെയ്യുന്നില്ല. നമ്മൾ എത്ര നാളത്തേക്കാണ് അവർക്ക് കരാർ വയ്ക്കുന്നത്? എത്ര മാസത്തിനുള്ളിൽ? അത് ബഡ്ജറ്റ് അനുസരിച്ചാണോ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻസ് അനുസരിച്ച്? അതിന്റെ പ്രൊജക്ടിന്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് വരിക. പ്രൊജക്ടിന്റെ വലിപ്പവും അതിന്റെ വരുന്ന വർക്കുകൾ എന്തോരുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഫ്ലാറ്റുകൾ പോലുള്ള മേഖലകളിലേക്ക് കൈയൊപ്പ് ചേർക്കാൻ ഇപ്പോൾ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വില്ലാസ് ആണ്. നമ്മൾ ഓൺ പ്രൊജക്ട്സ് എടുത്തിട്ട് നമ്മൾ സ്ഥലങ്ങളെടുത്ത് ചെറിയ 6 സെന്റ് 7 സെന്റിനൊക്കെ സ്ഥലങ്ങൾ മേടിച്ച് അതിനകത്ത് ലക്ഷറി വില്ലാസ് മെയിൻ സ്പോട്ടുകളിൽ ടൗണിനകത്ത് തന്നെ ഭാവിയിലേക്ക് ഫ്ലാറ്റുകൾ പോലെയുള്ള രംഗങ്ങളിലേക്കും അങ്ങനെ നമ്മളിപ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ കൂടുതലും ഇപ്പോൾ റെസിഡൻഷ്യൽ വില്ലാസ് ആ ഒരു കോൺസെപ്റ്റിലാണ് പോകുന്നത്. കാരണം എനിക്ക് കൂടുതൽ വില്ലാസ് ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഒരു വെർട്ടിക്കൽ ലിവിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ മൂവ് ചെയ്തിട്ടില്ല. പക്ഷേ സാർ ചിന്തിച്ചിരുന്നോ ചെറുപ്പത്തിലെങ്ങനെ ചിന്തിച്ചു ഈ ഒരു മേഖല എന്നുള്ള രീതിയിലേക്ക്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഇത് പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഇതിൽ വന്നു, പിന്നെ ചെയ്ത് നമ്മൾ അതിലേക്ക് തുടങ്ങിയപ്പോൾ പിന്നെ ആ കാലഘട്ടത്തിൽ ഇതിന് വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു? തുടങ്ങിയ സമയത്തുണ്ടായിരുന്നു, ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ധാരാളം ബന്ധങ്ങൾ വന്നു. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞ് നമ്മളൊരു അത്യാവശ്യം നമ്മളെ ഒരു ബ്രാൻഡിങ് അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമൊക്കെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഇനി എന്താണ് സ്വപ്നം? നമുക്ക് ഈ പ്രൊജക്റ്റുകളുടെ എണ്ണം കൂടുതൽ, മാക്സിമം ഓൺ പ്രൊജക്ട്സുകളുടെ എണ്ണം കൂട്ടുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ചാലഞ്ചിങ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചില സ്വപ്ന ഭവനങ്ങളൊക്കെ നിർമ്മിക്കാൻ താല്പര്യം ഉണ്ടാവും. അത്തരം ഭവനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ തന്നെ അവരുടെ ബിസിനസ് സാമ്രാജ്യമാണ് എന്താണെങ്കിലും തന്നെയും അവരോട് എന്താണ് പറയാനുള്ളത്? കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് വേണോ അതെയോ എന്താണ് ഈ ഒരു സ്വാഭാവികമായിട്ടൊരു ബിൽഡർ എന്ന രീതിയിൽ എന്താണ് അവർക്ക് കൊടുക്കുന്നൊരു ഉപദേശം എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രഹങ്ങൾക്ക് ഒത്ത ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ആഗ്രഹങ്ങൾക്ക് ഒത്തതല്ലാത്ത ബഡ്ജറ്റുകളാകുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ കൂടുതൽ കടബാധ്യതയിലേക്ക് പോകും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്വപ്നം പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ ആ വിചാരിച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും. ഒരുപക്ഷെ ഇത് കാണുന്ന ആളുകൾക്ക് നാളെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരികയും അവരുമായിട്ട് നിങ്ങൾ സഹകരിച്ച് പോകുവാനായിട്ട് 100% താല്പര്യം തന്നെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും? ഇത് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടേക്കാണ്? നമുക്ക് 2 ഓഫീസാണ് ഉള്ളത്. ഒരെണ്ണം തൃശ്ശൂർ ടൗണിൽ MG റോഡിൽ നമ്മൾ പിരിക്കുന്ന ഈ ഓഫീസ്, ഒരെണ്ണം നമുക്ക് എൻ്റെ നാട്ടിൽ വടക്കാഞ്ചേരി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജസ് വഴിയോ ഞങ്ങളുടെ യൂട്യൂബ് പേജസ് വഴിയോ ഫേസ്ബുക്കിലോ അല്ലെ എവിടെ ഗണേഷ് പില്ലേഴ്സ് സെർച്ച് ചെയ്ത് നോക്കിയാലും ഞങ്ങളുടെ ഇത് കിട്ടും. ഞങ്ങളുടെ കോൺടാക്ട് എല്ലായിടത്തും കിട്ടും. ലൊക്കേഷൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിന് താഴെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിനകത്ത് അവർക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആദ്യം അവർക്കൊരു അവബോധന ക്ലാസ് അല്ലേ, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കൗൺസിലിംഗ് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട് പണിയുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ്, ചാർട്ടേഡ് അക്കൗണ്ട്സിനാണെങ്കിൽ അക്കൗണ്ട്സിൻ്റെ എക്സ്പീരിയൻസ്, ഡോക്ടേഴ്സിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ മറ്റുള്ള വിഷയങ്ങളിൽ അത്ര പ്രാവീണ്യമുള്ള ആൾക്കാരല്ല, അവരുടെ മേഖലയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ഒരു വീട് പണിയുന്ന സമയത്ത് അവർക്ക് അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഇൻപുട്സ് കൊടുക്കാൻ പറ്റും, ഏറ്റവും ഗുഡ് ആൻഡ് നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മളത് കൊടുക്കുക. അത് മാത്രമല്ല, നമുക്ക് മാക്സിമം മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ടൈപ്പ് ഉണ്ടല്ലേ, മറ്റുള്ള മെറ്റീരിയലുകൾ തരുന്ന ആളുകൾക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഗുണമേന്മയുള്ള, ഏറ്റവും വേഗതയിലും കൃത്യതയിലും ഏറ്റവും ദൃഢതയോടുകൂടി തന്നെ ഒരു ഭവനം, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഈ ഒരു രംഗത്ത് സജീവമായ സാന്നിധ്യത്തോടുകൂടി തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നിരവധി പേർ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ജീവിത പങ്കാളികളായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അവരൊക്കെ നൽകുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള സഞ്ചരിക്കുന്ന പാതയും ഏറെ
സ്വപ്നങ്ങൾ നിറഞ്ഞതാണ് ഒരു പാത. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് അറിയാൻ പറ്റും, മലയാളിയുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് ഒരു ഭവനം അല്ലെങ്കിൽ മറ്റുള്ള മേഖല എന്ന് പറയുന്നത്. അവർക്ക് കടന്നു വരാനും അവർക്ക് ഏറ്റെടുക്കുന്ന ഒരു അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ തുടക്കം മുതൽ അവസാനം താക്കോൽ കൊടുക്കുന്നവരെയും എന്നും കൂടെ ഉണ്ടാകും. തീർച്ചയായും ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? എല്ലാവരും അവരുടെ സ്വപ്ന ഭവനങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും അതിലൂടെ നല്ലത് വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും കുടുംബത്തെക്കുറിച്ച് ഫാമിലി, വൈഫ് നിമിത എന്നാണ് പേര്. പിന്നെ എനിക്ക് 3 മക്കളാണ്. മൂത്തത് ആൺകുട്ടി, അവൻ ഇവിടെ ഭവൻസിൽ പഠിക്കുന്നുണ്ട്, അകമല. പിന്നെ ബാക്കിയുള്ള 2 പേര് പെൺകുട്ടികളാണ്. തിദിക്ഷ, ത്രിതിക. മോൻ്റെ പേര് ജഗന്നാഥ് എന്നാണ്. അവരും ഇപ്പോൾ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തു. 3ാമത്തെ ആൾ ഇപ്പോൾ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തു. 2ാമത്തെ ആൾ UKG-യിലേക്ക് ആയിപ്പോൾ. ഈ സോളാറിൻ്റെ എന്തോ പരിപാടിയൊക്കെ? അതെ. അത് സോളാറിന് നമുക്കൊരു കമ്പനി സെപ്പറേറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വൈഫാണ് അതിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത്. ആൾക്കൊരു എൻഗേജ്മെൻറ്റ് എന്നുള്ള ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിലെല്ലാം ഇപ്പോൾ നമുക്ക് സോളാറിൻ്റെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ആയി. അപ്പോൾ നമ്മൾ വൈഫിനെ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പുതിയൊരു മേഖല എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ സോളാറിൻ്റെ ഇൻസ്റ്റാളേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും കൂടുതൽ ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ധാരാളം പേർ, എനിക്ക് തോന്നുന്നു ഭവനമില്ലാത്ത ആരും തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും ഭവനങ്ങൾ ഒരുങ്ങട്ടെ. അതിന് അങ്ങേപ്പോലുള്ള ആളുകൾ ഈ ഉദ്യമത്തിൽ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്താം. താങ്ക് യു.